പള്ളത്ത് ഫാമിലിക്ക് സ്വാഗതം. അപ്പൊ നമ്മളെ കൊറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു Q&A വീഡിയോ ഇടുക കൊറേ എൻക്വയറി ഉണ്ടായിരുന്നു. അപ്പൊ ഇന്നാണ് നമുക്കത് ചെയ്യാനുള്ള ഒരു സന്ദർഭം കിട്ടിയത് അല്ലേ? അപ്പൊ നമ്മള് ഒരു Q&A വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനാണ്. അപ്പൊ നിങ്ങൾ കൊറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഈ ഒരു വീഡിയോസിൽ എല്ലാത്തിനും ഉണ്ടാവും കേട്ടോ. അതെ, കൊറേ വട്ടം നമ്മള് ഈ Q&A ഇത് എടുക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ചില കാരണങ്ങളാലും പിന്നെ വീട്ടിലേക്ക് ഒരുപാട് വിരുന്നുകാരൊക്കെ അങ്ങനെ വരുന്ന കാരണമൊക്കെ നമുക്കത് മിസ്സായി പോയി. ഇൻഷാ അല്ലാഹ് ഇന്നാണ് നമ്മൾ എടുക്കണത്. നാളെ രാവിലെ ഈ വീഡിയോ എന്തായാലും വരും കേട്ടോ. അഥവാ നാളെ ചൊവ്വാഴ്ച അല്ലെ, നാളെ 19-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ ഈ വീഡിയോ വരും കേട്ടോ. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ അധികം നീട്ടണമെന്നില്ല. ഇവിടെ എല്ലാരും ഉണ്ട്. ഉപ്പ, ഉമ്മ, ഇർഫാന, സാലിഹ, സിത്തു, ഫൈസ, ഇർഫാൻകുട്ടി, ഞാന്, ഷമീർ എല്ലാരും ഇവിടെ ഉണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് നീട്ടി വലിക്കാണ്ട് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അധികം ലാഗ് എടുപ്പിക്കുന്നില്ല കേട്ടോ. ഫസ്റ്റ് നമുക്ക് നല്ലൊരു പേര് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. ഉപ്പാടെ പേര് പറഞ്ഞു. ഗഫൂർ പിയാൻ. ഉമ്മ പറഞ്ഞോ? എന്റെ പേര് ഷബീന. ഇർഫാന PI, സാലിഹ എസ്, സിത്താര യാസ്മിൻ, ഷെയ്സ മോൾ, ഷെയ്സ ആനിയ, ഇർഫാൻ PI. എന്റെ പേര് ഷഫീഖ്. എന്റെ പേര് ഷമീർ PG. അപ്പൊ പേര് മനസ്സിലായല്ലോ. ഇനിയിപ്പോ ചോദിക്കുന്ന വെച്ചാല് ഉമ്മാക്ക് എത്ര മക്കളാന്നാ ചോദിക്കുന്നത് കേട്ടാ. ഉമ്മാക്ക് എത്ര മക്കളാണ് ചോദിക്കുന്നത്? എനിക്ക് 2 മക്കളാ, 2 ആൺകുട്ടികൾ. അപ്പൊ നിങ്ങളുടെ സ്ഥലം, രണ്ടാമത്തെ ക്വസ്റ്റ്യൻസ് ചെയ്യാല് നിങ്ങളുടെ സ്ഥലം എവിടെയാ ചോദിച്ചിട്ടുള്ളത്? സ്ഥലം പറഞ്ഞോ. സ്ഥലം മൈക്ക് വെച്ചപ്പോ തൃശ്ശൂരാണ്. തൃശ്ശൂര് ഇപ്പൊ പറഞ്ഞ തൃശ്ശൂര്, അമല, പറപ്പൂര് വഴി എലവത്തൂര്. അതാണ് നമ്മുടെ രാജ്യം. അപ്പൊ അടുത്ത വെച്ചാല് അടുത്ത് 3ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. എല്ലാവരുടെ എല്ലാവരുടെ പേര് പറഞ്ഞല്ലേ? പറഞ്ഞ് സ്ഥലം പറഞ്ഞു. ഓക്കെ, അപ്പൊ അടുത്ത വെച്ചാല് ഇത് മൂന്നാമത്തെ അടുത്ത ക്വസ്റ്റ്യൻസ് വെച്ചാല് 3ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടാ. എത്ര വർഷമായി യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടാ. അതെ, അപ്പൊ എല്ലാം മറുപടി പറഞ്ഞു. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മളിപ്പോ ഏകദേശം ഒരു കൊല്ലം അല്ല, മറ്റേ സത്യം പറഞ്ഞാല് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഒരു 3-4 കൊല്ലായിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മളൊരു 2.5 വർഷമാണ് ഈ പള്ളത്ത് ഫാമിലി എന്നുള്ളൊരു ഇതിലോട്ട് ഇറങ്ങിയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട്. പള്ളത്ത് ഫാമിലി അല്ലേ പറഞ്ഞത്? ഫോൺ വാങ്ങിച്ചു കൊടുത്തപ്പോ. അതെ, അപ്പൊ 2.5 വർഷത്തോളം യൂട്യൂബ് ഈ പള്ളത്തെ ഫാമിലി തുടങ്ങിയിട്ട്. പക്ഷെ അതിന്റെ ബാക്കിൽ തന്നെ നമ്മള് യൂട്യൂബ് ചാനൽ മുന്നേ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ അതൊരു ദുബായ്ക്കാരൻ എന്ന് പറഞ്ഞിട്ട് നമ്മള് വേറൊരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതൊരു 5 വർഷത്തോളൊക്കെ. പക്ഷെ അത് ക്ലച്ച് പിടിച്ച് അങ്ങനെ വന്നില്ലായിരുന്നു. പള്ളത്തെ ഫാമിലി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലാണ് നമുക്കിപ്പോ 2.5 വർഷമായിട്ട് നമ്മളിപ്പോ ഇൻഷാ അല്ലാഹ് കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ ഇങ്ങനെ പോണത്. നമ്മളതില് ഫസ്റ്റ് ഉമ്മച്ചീസ് കറിക്കൂട്ടുന്നായിരുന്നല്ലേ പേര്. പിന്നെ അത് നമ്മള് പള്ളത്തി ഫാമിലി എന്നാണ് നമ്മൾ കൺവെർട്ട് ചെയ്തതാണ്. കാരണം കുക്കിംഗ് ചാനലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ നമ്മളൊരു ഫാമിലി ചാനലായിട്ട് അത് പള്ളത്തെ ഫാമിലി വ്ളോഗ് എന്ന രീതിയിൽ നമ്മളെ സത്യം പറഞ്ഞാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ ഫാമിലീസ് ആയിക്കോട്ടെ, അത് നമ്മളെ ഒരുപാട് എന്താ പറയാ ഉൾക്കൊണ്ടു. അത് സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് നമ്മള് പള്ളത്തെ ഫാമിലി എന്ന് പറഞ്ഞൊരു ഫാമിലി ഇപ്പൊ ഉയർന്ന ഒരു നല്ലൊരു ചെറിയൊരു എന്താ പറയാ ചെറിയൊരു ചാനലായിട്ട് ഇപ്പൊ പോകുന്നല്ലേ. ഓക്കെ, അപ്പൊ അടുത്തത് അഞ്ചാമത്തെ അല്ലേ വരിക? നാലാമത്തെ ഇതാണ് ചോദിക്കുന്നത്. 4ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ് ഉമ്മ അടുത്തിട്ടാ. സാലിക്കുട്ടി ആരാണെന്ന് ചോദിക്കുന്നത് കേട്ടാ. അതല്ലേ, സാലിക്കുട്ടി ആരാണെന്ന് 5ാമത്തെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻസ് സാലിക്കുട്ടി ആരാണെന്നാണ് കേട്ടാ. അപ്പൊ ഞാന് ഇവിടത്തെ മൂത്ത മരുമോളാണ്. പിന്നെ ഫാമിലിയാണ് നമ്മള്. അത് പറയണ്ടേ? അതുമ്മ പറയും. അപ്പൊ അത് മൂത്ത മരുമോളെന്ന് പറയുമ്പോ അവളുടെ ഉമ്മ വന്നിട്ട് എന്റെ കടമോളാണ്. മോളുടെ കുട്ടിനെയാണ് എന്റെ മൂത്ത മോനിക്ക് എടുത്തിരിക്കുന്നത്. അതേപോലെ 2ാമത്തെ മരുമോള് വന്നിട്ട് എന്റെ താത്താടെ മോളുടെ കുട്ടിയാണ്. അത് 2ാമത്തെ മോനിക്ക് എടുത്തിക്കണ്. അപ്പൊ നമ്മള് കുടുംബമാണ്. എല്ലാം കുടുംബം തന്നെ കേട്ടാ.
അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ പോയല്ലോ. അടുത്ത question ലോട്ട് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻസ് വെച്ചാല് മൂത്ത മോൻ എവിടെന്ന് വെച്ചുള്ളത്. മൂത്ത മോൻ എവിടെ? ഞാന് 2016 മാർച്ച് 14 ആദ്യമായിട്ട് ഗൾഫിലോട്ട് പോണത്. ഇപ്പൊ ഗൾഫ് നിർത്തി വന്നിരിക്കുകയാണ്. കുറച്ചു കാലം നാട്ടിലൊക്കെ കൂടാൻ ഇൻഷാല്ലാന്നൊക്കെ വെച്ചിട്ട് ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 9 വർഷത്തോളമൊക്കെ ഗൾഫിലായിരുന്നു. ഇനി കുറച്ചു കാലം നാട്ടിൽ നിൽക്കാം, ഇവിടെ നിൽക്കാന്നുള്ള പ്ലാനിങ്ങിലാണ്. ഇൻഷാല്ല എന്താ എങ്ങനെയാണ് കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോ ഇപ്പൊ ഞാൻ നാട്ടിലാണ്. ദുബായിൽ ആണെന്നുണ്ടെങ്കിൽ ഞാന് ദുബായ് അൽക്കൂസ്, DIC, ബർദുബായ് ആ ഭാഗത്തിലൊക്കെ ആയിരുന്നു കൂടുതലും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാല് അനിയൻ എവിടെന്ന് ചോദിച്ചിട്ടില്ല കേട്ടോ. അനിയൻ വെച്ചാൽ ഞാനും അനിയൻ. അപ്പൊ ഞാനും ദുബായ് തന്നെയാണ്. ഞങ്ങൾ സെയിം കമ്പനി ആയിരുന്നു. ഞാൻ ഫസ്റ്റ് ഉണ്ടായിരുന്നത് വേറൊരു കമ്പനി ആയിരുന്നു. 3ാമത്തെ കമ്പനിയാണ് ഇക്കാടക്ക് പോയത്. ഇക്കാട ആ കമ്പനിയിലായിരുന്നു ജോലിയും കാര്യം. ഇപ്പൊ 4 വർഷത്തോളമായി ആ കമ്പനിയിൽ. 4 വർഷത്തോളമായി ഇപ്പൊ കമ്പനിയില്. അപ്പൊ അൽഹംദുലില്ലാ എന്ന് പറയാ. കമ്പനി വെച്ചാല് നമ്മുടെ ദുബായിലെ ആസ്റ്റർ എന്ന് പറയും. ആസ്റ്റർ ഫാർമസി, ആസ്റ്റർ അതിന്റെ വെയർ ഹൗസിൽ, ആസ്റ്റർ ക്ലിനിക്ക്, അങ്ങനെയൊക്കെ അതിന്റെ വെയർ ഹൗസിലാണ്, സ്റ്റോറിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇതിന്റെ വിശേഷങ്ങൾ. അപ്പൊ ഞാനും ഏകദേശം ഇപ്പൊ പോയിട്ട് ഒരു 10 വർഷം ആവുന്നില്ല. ഞാനൊക്കെ എന്റെ 2015 ഞാൻ കയറുന്നത്. ഒരു 10 വർഷമൊക്കെ ആവുന്ന എത്തിച്ചിട്ട്. അപ്പൊ ഏകദേശം പ്രവാസ ജീവിതമൊക്കെ നിർത്താനൊക്കെ ടൈം ആയിട്ടുണ്ടെന്ന് അർത്ഥം. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് പോലെ അടുത്ത ക്വസ്റ്റ്യൻസ് വെച്ചാല് സിത്തു എന്താ വീഡിയോയിൽ വരാത്തത് വെച്ചിട്ടില്ല. സിത്തു എന്താ വീഡിയോയിൽ വരാത്തത് കേട്ടാ. അപ്പൊ സിത്തോട് ചോദിക്കാം, എന്താ വീഡിയോയിൽ വരാത്തത്? കുഴപ്പമില്ല, പറഞ്ഞോ. ഇനി വരുന്ന അങ്ങനെ പറഞ്ഞോ. ഇനി എല്ലാ വീഡിയോയിലും ഉണ്ടാവും. ഇനി എല്ലാ വീഡിയോയിലും ഉണ്ടാവും കേട്ടോ. അപ്പൊ സിത്തു എല്ലാ വീഡിയോയിലും ഉണ്ടാവും എന്നാണ് പറയുന്നത് കേട്ടാ. ഓക്കെ. ആൾക്ക് ചെറിയൊരു ചമ്മലും കാര്യമൊക്കെ ആണ് കേട്ടോ. അതിപ്പോ സ്റ്റാർട്ടിങ് എല്ലാവർക്കും ഉണ്ടാവുന്ന ഒരു ചമ്മലല്ലേ, അത് നോർമൽ ഉണ്ടാവുന്നതാണ്. അത് പൂവെ ശരിയാവും. ധീരെ ധീരെ ഒജായക എന്നാ വരി എല്ലാം റെഡി ആവും കേട്ടാ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് വെച്ചാല് ഉമ്മാക്കും ഉപ്പാക്കും ആരും ഇല്ലേന്നാ ചോദിച്ചിട്ടില്ല കേട്ടാ. അപ്പൊ അത് ഉമ്മാക്കും ഉപ്പാവും പറഞ്ഞു. ഉമ്മാക്കും ഉപ്പാക്കും ആരും ഇല്ല ചോദിച്ചിട്ടില്ല. എനിക്ക് ആരുമില്ല. ഞങ്ങൾ 5 ആൺകുട്ടികളാണ് ചേട്ടനനിയന്മാരായിട്ട്. അത് 3ാമത്തെയാണ് ഞാൻ. പിന്നെ അങ്ങനെ ചെറുപ്പം തൊട്ട് ഉമ്മ മരിച്ചു. പിന്നെ ആ ഫീൽഡ് ചെറുപ്പം തൊട്ട് കച്ചവടം തുടങ്ങി. ആ കച്ചവടത്തിൽ നിന്ന് ഇപ്പൊ പോണത്. ഉപ്പ മരിച്ചിട്ട് ഇപ്പൊ ഒരു 10-12 കൊല്ലം നമുക്ക് കഷ്ടിയായി. അങ്ങനെ പോണു കച്ചവടമായിട്ട്. എനിക്ക് ഉമ്മ ഇപ്പൊന്നുമില്ല. ഞങ്ങൾ 5 പെൺകുട്ടികള്, 2 ഇക്കമാര്. ഒരിക്ക മരിച്ച്. ഒരിക്ക 6 ആളുണ്ട്. 5 പെണ്ണും 1 ആണും ഉണ്ട്. അൽഹംദുലില്ലാ. നമ്മുടെ ഭാഗ്യക്കേട് കൊണ്ടാണോ എന്താണോന്ന് അറിയില്ല. നമുക്ക് വല്യമ്മാനെയും വല്യപ്പാനെയും അവരിന്ന് കാണാനുള്ള ഭാഗ്യം കിട്ടായിട്ടില്ല അല്ലെ. കണ്ടിട്ടുണ്ട്, പക്ഷെ ഒരുപാട് ഈ നല്ല ബുദ്ധി വെച്ച പ്രായത്തിൽ ഉപ്പാനെ കണ്ടിട്ടുണ്ട്. ചെറിയൊരു ഓർമ്മയുണ്ട്. കണ്ടിട്ടുണ്ട്, പക്ഷെ ഓർമ്മയിലില്ല. ഉപ്പാനെ കണ്ടിട്ടുണ്ട്, ഓർമ്മയുണ്ട്. പക്ഷെ അവരെ കൂടെ അത് 3 വയസ്സൊക്കെ 4 വയസ്സുണ്ടാകുമ്പോ ആ സമയത്ത് കണ്ടു ഓർമ്മയുണ്ട്, അല്ലാതെ ഓർമ്മയില്ല. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻസ് വെച്ചാല് ഇർഫാന ആരാണ്? അവരിവിടെ ഉണ്ട് കേട്ടാ. അവരിവിടെ ഉള്ള കാരണം നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അല്ലെ. ഇർഫാന മൂത്തുപ്പാട അനിയന്റെ മക്കള്. അപ്പൊ ഇർഫാൻ കുട്ടി മൂത്തുപ്പാട അനിയന്റെ മക്കള്. അപ്പൊ കുഞ്ഞിപ്പാട മക്കളാണ് ഉപ്പാട അനുജന്റെ മക്കള് കേട്ടോ. ലാസ്റ്റുള്ള അനിയന്റെ കുട്ടികള്. 5 പേര്. അതില് ഏറ്റവും താഴെയുള്ള അനിയന്റെ മക്കളാണ് 2 ആള്. അതെ. അപ്പൊ അത് ഇക്കാടെ അനിയനും എന്റെ താത്താടെ മോളും ഇവരുടെ ഉമ്മ. എന്റെ താത്താടെ മോളും ഫാമിലി ആയിട്ട് മിംഗിൾ ആയതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. അധികം പുറം അധികം തെച്ചില്ല. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻസ്. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് വെച്ചാല് അവരുടെ വീട് എവിടെ ചോദിക്കുന്നു. അവര് ഈ ഇർഫാൻ കുട്ടിയുടെ വീട് അത് പറഞ്ഞല്ലോ. ഈ വീടിന്റെ ബാക്കില്. ഓക്കെ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻസ്, സാലികുട്ടിക്ക് കുട്ടികളില്ലേന്നൊരു ക്വസ്റ്റ്യൻസ്. അത് ഒരുപാട് പേര് കമന്റിലും അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ ചോദിക്കലുണ്ട് കേട്ടോ. അതിനുള്ള ഉത്തരം ഉമ്മനെ പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കുട്ടികളായിട്ടില്ല. ഇപ്പൊ ആയിട്ടുണ്ട്. 3 മാസമായി.
എല്ലാവരും ദ്വാലും ഉണ്ട്. നല്ലപോലെ പ്രസവിച്ച് എനിക്കട്ടെ. നിങ്ങളെല്ലാവരും ദ്വാ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ പോരെന്നാ. അടുത്ത അത് പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ഇട്ടാ. ഉപ്പാനോട് കേട്ടാ. ആ, ഉപ്പാക്ക് എന്താണ് വർക്ക് എന്ന് ചോദിച്ചില്ല കേട്ടാ. ഇപ്പൊ പറയുമോ? എനിക്ക് മീൻ കച്ചവടം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചെറുപ്പം തൊട്ടേ ഞാൻ മീൻ കച്ചവടം. എൻ്റെ ഉപ്പ എനിക്ക് കൊട്ട പഠിപ്പിച്ച് കട്ടി പഠിപ്പിച്ചു തന്നു. ഞാൻ അത് ആ തൊഴില് മാനേജ് ചെയ്ത് അങ്ങനെ പോകുന്നു. ഉപ്പയും മീൻ കച്ചവടം തന്നെയാണ്. അപ്പൊ ഞാനും തന്നെയാണ്. കൊല്ലം എന്ന് പറഞ്ഞാൽ ഇപ്പോ കല്യാണം കഴിയാത്ത മുന്നേ ഒരു 42 കൊല്ലമൊക്കെ ആയിട്ടാണ് ഞാൻ കിട്ടുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് 30 കൊല്ലമില്ലേ, 32 കൊല്ലം മുന്നേ 32 കൊല്ലം മുന്നെയാണ് തുടങ്ങിയത്. 32 കൊല്ലം കറക്റ്റ് കഴിഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് കച്ചവടം തുടങ്ങി. ചെറുപ്പം തൊട്ടേ കച്ചവടം തന്നെയാണ് മീൻ കച്ചവടം. ഇപ്പോഴും മീൻ കച്ചവടം തന്നെയാണ്. 30 കൊല്ലല്ല, 30 കൊല്ലം മുകളിലായില്ലേ? അല്ല, കച്ചവടം തുടങ്ങിയിട്ട് അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് 30 കൊല്ലായി. 31 കൊല്ലോ. അതിന്റെ മുന്നേ കച്ചവടം ഉണ്ടല്ലോ. 30 കൊല്ലം പറയും. 32 കൊല്ലോ. അല്ല, കല്യാണം കഴിഞ്ഞിട്ട് 31. 50 കൊല്ലം. കല്യാണം കഴിഞ്ഞിട്ട് 31 കൊല്ലം. കച്ചവടം അതിന്റെ മുന്നേ ഉണ്ട് ഞാൻ. അത് കൊല്ലം മുന്നേ തന്നെ കച്ചവടം നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. ഉപ്പയാണ് കൊട്ടക്കോട് കെട്ടി കൊടുപ്പിച്ചു. ആ കച്ചവടം അങ്ങനെ മുന്നോട്ട് ഇതിലേക്ക് പോയി. അന്ന് സൈക്കിളുമ്പോ കച്ചവടം ചെയ്ത്, ഇപ്പൊ ബൈക്കുമ്പോ കച്ചവടം ചെയ്തു. സൈക്കിളിലൊക്കെ ഒരുപാട് കച്ചവടം ചെയ്തിട്ട് അന്ന് കാവുമ്പോ ആൾക്കാർ കച്ചവടം ചെയ്തിട്ടുണ്ട്, സൈക്കിൾ ചോട്ട് അറിയാത്തത്. അന്ന് നമ്മൾ സൈക്കിളുമ്പോ തന്നെ പോകും. പിന്നെ ഇപ്പൊ ബൈക്ക് വാങ്ങി ബൈക്കുമ്പോ തന്നെ കച്ചവടം. അപ്പൊ ചെറുപ്പം മുതൽ തുടങ്ങിയ കച്ചവടമാണ് അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അന്നൊക്കെ എണ്ണമാണ്, മീനൊക്കെ എണ്ണ കൊടുക്കുക. അന്ന് തൂക്കൊന്നുമില്ല. അന്ന് മീന് 5 രൂപയ്ക്ക് 10 അയില, 5 അയില, 20 അയില അങ്ങനെയൊക്കെ കൊടുക്കുക. അത് സത്യം പറഞ്ഞാൽ ഇപ്പാടെ ഈ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരുപാട് കുറെ ഉണ്ട്, ഒരുപാടുണ്ട് കഥകള്. അത് കുറെ ഫ്ലാഷ് ബാക്ക് എന്ന് വെച്ചാൽ ഒരുപാടുണ്ട്. തേക്കിന്റെ ഇലയൊക്കെ പോയിട്ടാണ് നമ്മളെ കൊടുക്കുക. തേക്കിന്റെ ഇലയിലൊക്കെ പോയിട്ട് അന്ന് ഇറച്ചിയും കിട്ടും. തേക്കിന്റെ ഇലയിൽ പോയിട്ട് അന്ന് ഇറച്ചിയും കൊടുക്കാം. ഇപ്പൊക്കെ ഒരുപാട് കഷ്ടപ്പാടൊക്കെ തരണം ചെയ്തിട്ടാണ് ഈ നിലയ്ക്ക് ഇപ്പൊ എത്തിയത്. അതും പിന്നെ പറയണല്ലേ. എന്നാ പിന്നെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇരിക്കാൻ വീടില്ലാണ്ടും വാടകയ്ക്ക് തന്നെ കുറെ കൊല്ലം. മക്കള് ഒന്ന് മാറിയെടുക്കാൻ പോലും നമുക്ക് ആരും ഉണ്ടായിട്ടില്ല ആ സമയത്ത്. അങ്ങനെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടി അള്ളാഹു ഈ നിലക്ക് എത്തിച്ചു. ഈ നിലയ്ക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അള്ളാടെ ഒരു കൂടെ ഉണ്ടല്ലേ. അല്ലാണ്ട് ഉപ്പാന്റെ വകയില് സ്വത്തുക്കളോ ഉമ്മാന്റെ വകയിൽ സ്വത്തുക്കളോ ഒന്നുമില്ല. നമ്മളെന്നെ ഓരോരുത്തർ 5 ഞങ്ങൾ 5 ആമക്കളിൽ 5 പേര് വീട് വെച്ചത് ഓരോരുത്തർ അധ്വാനിച്ച് അങ്ങനെ നയിച്ച് വാങ്ങിയിട്ട് വീട് വെച്ചിട്ട് പോയിട്ടുള്ളതല്ല. മരിക്കുമ്പോൾ വാടക വീട് തന്നെയായിരുന്നു. അപ്പൊ പിന്നെ ഒക്കെ മക്കള് ഒക്കെ സമ്പാദിച്ച് ഇവിടെ ഓരോ സ്ഥലങ്ങളൊക്കെ വാങ്ങിച്ച് മക്കളൊക്കെ ഞങ്ങള് വാടക വീട് ഇരുന്നാലും വാടകയ്ക്ക് ഇരുന്ന് വാടകയും കൊടുക്കണം, മക്കളെയും പഠിപ്പിക്കണം. പിന്നെ അങ്ങനെ ഒരു കുറി അതൊക്കെ ചേർന്ന് അങ്ങനെ ഒരു 5 സെന്റ് സ്ഥലവും ചെറിയൊരു ഓടിട്ട് വീടും മേടിച്ച് പരമ്പര പണക്കാരൊന്നുമില്ല നമ്മൾ. അങ്ങനെ പിന്നെ അതൊക്കെ പൊളിച്ച് മക്കളൊക്കെ പോയ ശേഷം ഇതൊക്കെ പൊളിച്ചൊന്ന് വീടൊക്കെ പണിത് മക്കളുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് പ്രാഹത്ത് സന്തുഷ്ട കുടുംബം സന്തോഷമായിരിക്കണം. അത്രേ ഉള്ളൂ. ചെറിയൊരു സന്തുഷ്ട കുടുംബം. എന്നാ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പൊ നമ്മള് അടുത്ത ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ചാല് ഉമ്മാക്ക് ഇത് ഈ ചെറുതില്ല ഈ ക്വസ്റ്റ്യൻ എന്താ കാശെന്ന് വെച്ചാല് ഉമ്മാക്ക് പന്നിയുണ്ടോന്ന്. അത് ഞാന് പണിന്നായത് നീ ആയിപ്പോയി, അപ്പൊ തെറ്റി വെച്ചുപോയി. അപ്പൊ ഉമ്മാക്ക് വല്ല പണി ഉണ്ടോന്നാണ് ചോദിച്ച ഒരു കമന്റ്. അത് ഞാനിവിടെ എഴുതി വെച്ചാണ് കേട്ടാ. അപ്പൊ അത് നമുക്ക് ഉമ്മാനോട് ചോദിക്കാം. ഉമ്മാക്ക് പനിയുണ്ടോന്നാ? ജോലി വേറെ ജോലിക്ക് പോകണ്ടോ? എനിക്ക് വേറെ ജോലിയൊന്നുമില്ല. അത്യാവശ്യം ജോലിയുണ്ട് വീട്ടിൽ തന്നെ. അതെ, വീട്ടിൽ തന്നെ എടുത്താ തീരാത്ത പണി. തീരാത്ത ജോലി പോകാറില്ല. അല്ലാണ്ട് വേറെ പണിക്കൊന്നും പോകാറില്ല. ഒരു ദിവസം വീട്ടില് ചെയ്താ അത്രയും തോളം പിന്നെ പിറ്റേ ദിവസം ചെയ്യാനുണ്ടാവും. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യം നമുക്ക് നമ്മുടെ ജില്ല ഏതാന്നാണ് കേട്ടാ. അപ്പൊ അത് ഉപ്പ അതിനുള്ള മറുപടി അറിയാം. തൃശ്ശൂർ ജില്ല, വീട് അമല വഴി. അങ്ങനെ തൃശ്ശൂർ ജില്ല അമല പറപ്പൂര് അങ്ങനെ പോണ വഴിയിലാണ് നമ്മുടെ വീട്. അതെ. അടുത്ത കമന്റ് വന്നിട്ടുള്ള എന്താ വെച്ചാൽ ഇത് കുറെ പേര് കമന്റ് ഇട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ കറക്റ്റ് നോക്കി എഴുതി വെച്ചിട്ടുള്ള തന്നെയാണ് കേട്ടാ. പിന്നെ അടുത്ത കമന്റ് ഉണ്ണിയുടെ പേര് കുറെ പേര് ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പൊ ഉണ്ണിയുടെ പേരാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഉണ്ണിയുടെ നെയിം എന്താണെന്ന്. അപ്പൊ ഉണ്ണിയുടെ പേര് ഷെയ്സ ആനിയ എന്നാണ് കേട്ടാ. ഉണ്ണിയുടെ പേര് ഇട്ടിട്ടുള്ളത് ഷെയ്സ ആനിയ എന്നാണ് ഉണ്ണിയുടെ പേര്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് മൂത്ത മോന് എന്നാണ് ലീവ് കഴിയുന്നത്.
മൂത്ത മോന് ഇനിയിപ്പോ ഞാൻ കുറച്ചൊന്ന് ചെറിയൊരു എന്താ പറയാ ഒരു ബ്രേക്ക് അല്ലെങ്കിൽ ചെറിയൊരു ഇതുപോലെ വന്നിരിക്കണേ. ഒരു 6 മാസത്തിന് ശേഷമൊക്കെ ഞാനത് ആലോചിച്ചിട്ട് നല്ലൊരു അവിടെ വർക്ക് നല്ല കുഴപ്പമില്ലാത്തതുണ്ടെങ്കിൽ പോകും. അതുപോലെയാണ് വന്നിരിക്കുന്നത്. പരമാവധി നാട്ടിൽ സെറ്റിൽ ആവാനാണ് പ്ലാന്. അവര് പോയപ്പോ 10 കൊല്ലം വരെ കഷ്ടപ്പെട്ടോടെ 18-19 വയസ്സായത് അവര് പോയതാണ്. പോയൊക്കെ 10 വർഷങ്ങളൊക്കെ രണ്ടാളും 10 വർഷമായി. നാട്ടിലൊന്നും ഉമ്മയുടെ കൂടെ തന്നെ ഒരു മക്കളെ കണ്ട് കൊതി തീരാനും അത്രമാത്രം ഒന്നും നിന്നിട്ടില്ല. ഇപ്പൊ കല്യാണം കഴിഞ്ഞാലും അവര് കല്യാണം കഴിഞ്ഞ 1 മാസം 2 മാസം കഴിഞ്ഞാൽ പോകും. പിന്നെ അപ്പൊ ഇനിയിപ്പോ നാട്ടിലെ ഒരു ഭാര്യയും മക്കളായിട്ടൊന്ന് കുറച്ച് നിൽക്കട്ടെ എന്ന് വെച്ചിട്ട് മൂത്തവന് വരാൻ പറഞ്ഞാണ്. ഇനി താഴെയുള്ളവൻ പോയിട്ട് അവന്റെ വിസ കഴിയാൻ ഒരു 3 മാസം ഉണ്ട്. അത് കഴിഞ്ഞാലും അവൻ ജനുവരി ഡിസംബറിലായിട്ട് വരും. വന്നാലും അവനും വന്നിട്ട് ഒരു 6 മാസം 1 കൊല്ലം നാട്ടിൽ നിന്നിട്ട് ഇൻഷാല്ലാ പോകാൻ വേണ്ടി പോകും. അല്ലെങ്കിൽ നാട്ടിൽ തന്നെ പോകും. അത് എന്താന്ന് വെച്ചാല് നമുക്ക് ഈ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് വർഷം ഈ ഗൾഫിൽ നിൽക്കുമ്പോ നമുക്ക് തന്നെ ഒരു എന്താ പറയുക ചിന്ത വരും. ഇത് നമ്മൾ എല്ലാ ദിവസവും ഒരേ പരിപാടിയാണല്ലോ ചെയ്യുന്നത്. രാവിലെ എണീക്കുന്നു, ജോലിക്ക് പോണു, റൂമിലേക്ക് വരുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഉറങ്ങുന്നു, പിന്നെ വീണ്ടും രാവിലെ എണീക്കുന്നു. ഇതേ കണ്ടിന്യൂഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് തന്നെ ഇടയ്ക്ക് നമ്മൾ വിചാരിക്കും നമ്മളെന്താ റോബോട്ടാണോ എന്നൊക്കെ വിചാരിച്ചു പോകും. പിന്നെ ഈ വർഷത്തില് പണ്ട് നമുക്ക് 2 വർഷത്തിലായിരുന്നു 1 മാസം ലീവ്. ഇപ്പൊ കമ്പനിയൊക്കെ നമുക്ക് 1 വർഷത്തിൽ തന്നെ 1 മാസം ലീവ് തരുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല. എന്നാൽ കൂടി നമ്മുടെ ഈ ബാക്കൊക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുമ്പോൾ 9 വർഷം അല്ലെങ്കിൽ 10 വർഷം ഒരുപാട് വർഷമായിട്ട് ഇപ്പോഴും പണിയെടുക്കുന്നവരുണ്ട് കേട്ടോ. നമ്മുടെ കമ്പനിയിലൊക്കെ നമ്മുടെ പാവർട്ടി അസീസ്ക എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ 10-26 വർഷത്തോളമായിട്ട് ആ കമ്പനിയിൽ പണിയെടുക്കുന്നു. അപ്പൊ അവരെ വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നുമല്ല. എന്നാലും നമ്മുടേതായ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ 10 വർഷം എന്നൊക്കെ പറയുമ്പോൾ കുറെ ഒരു ലോങ് ആയി. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ബ്രേക്ക് നമുക്ക് രണ്ടാൾക്കും മാത്രമല്ല എല്ലാവർക്കും ഒരു ബ്രേക്കൊക്കെ അത്യാവശ്യമാണ്. പിന്നെ കൊറോണ വന്നപ്പോ ഗൾഫുകാരുടെ സ്ഥിതിയൊക്കെ ഭയങ്കര മോശമായി. ആ കൊറോണ തുടങ്ങി അവിടെ നോക്കിട്ട് എല്ലാ ഗൾഫുകാർക്കും ഭയങ്കര അടിയായി. ഗൾഫിൽ നിന്ന് ആൾക്കാർ അവിടെ നിന്ന് കുറെ ആൾക്കാർ വന്നവരൊക്കെ ഇവിടെ നിന്ന് പെട്ടിന്റെ അടുത്ത് മീൻ കച്ചവടം, അതേപോലെ ബേക്കറി കടകൾ, പലതും അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ രക്ഷപ്പെട്ടവരുണ്ട്. കുറെ പേര് എന്താ പറയാ കുഴിയിൽ വീണ പോലെ അങ്ങനെ. അത് എന്താന്ന് വെച്ചാല് കുറെ അങ്ങനത്തെ ജോലികൾ വെച്ചാല് കുറെ നമുക്ക് അങ്ങനെ കുറ്റം പറയണല്ലോ കേട്ടോ. കുറെ റെസ്റ്റോറന്റ് ഫീൽഡ്, അതുപോലെ കഫ്റ്റീരിയ ഫീൽഡ്, ഈ സൂപ്പർ മാർക്കറ്റ് ഫീൽഡ്, അതിലൊക്കെ കൊറോണ ബാധിച്ചവർക്കൊക്കെ ഒരുപാട് എന്താ പറയാ ലോസ് ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. മറിച്ച് ഈ കമ്പനീസ് അങ്ങനത്തെ ഉള്ളവർക്കൊന്നും വലിയ എഫക്റ്റ് ഒന്നും ആയിണ്ടായിരുന്നില്ല. അപ്പൊ നമ്മളൊക്കെ ആ സമയത്തും ഈ കമ്പനിയിൽ നിൽക്കണ കാരണം നമുക്കത് കൊറോണ വലിയ രീതിക്കൊന്നും ബാധിച്ചില്ല. സാലറി ആയാലും അങ്ങനെ നമുക്ക് വലിയ രീതിക്കൊന്നും ബാധിച്ചില്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു കാര്യങ്ങൾ അത്ര വലുതായിട്ട് അറിയില്ല. എന്നാലും ഇൻഷാല്ലാ അടിപൊളിയായിട്ട് പോണു. ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങള്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാ അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ, അനിയൻ ഷമീർ എവിടെയാണ് ജോലി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവനും ദുബായിലാണ്. ഞാൻ പറഞ്ഞല്ലോ ദുബായിൽ തന്നെയാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അൽക്കൂസ് ആദ്യം അൽക്കൂസിലായിരുന്നു. പിന്നെ അത് ഇപ്പൊ DACയിലോട്ടായി. കട കൂടെ തന്നെ ആയിരുന്നു വർക്ക് ചെയ്തിരുന്നത് കേട്ടാ. അപ്പൊ അടുത്ത ചോദ്യം വെച്ചാല് മക്കൾക്ക് അതായത് എനിക്കും ഗൾഫിൽ എന്തായിരുന്നു ജോലി എന്നാണ് കേട്ടാ. അപ്പോ എനിക്ക് വന്നിട്ട് ഞാൻ അവിടെ സ്റ്റോറിലായിരുന്നു. ഒരു 3 വർഷത്തോളം 4 വർഷത്തോളം സ്റ്റോറിലായിരുന്നു. അതിനുശേഷം ഞാൻ ലൈസൻസ് എടുത്തിട്ട് ഡ്രൈവിങ്ങിന്റെ ഇതിലോട്ട് മാറി. ഇവൻ ഇപ്പൊ സ്റ്റോറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ അഫ്സർ MDSന്റെ സ്റ്റോറിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവന് ലൈസൻസ് എടുത്തിട്ടുണ്ട്. ഇൻഷാല്ലാ അതിലോട്ടൊക്കെ മാറ്റം അങ്ങനെയൊക്കെ വരും. ഒരു ബാക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് ലൈസൻസ് കാര്യമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഭാര്യക്ക് അത് ഉപകാരപ്പെടുകയാണെങ്കിൽ അത്ര നമുക്ക് നല്ലതല്ലേ. അവിടുത്തെ ലൈസൻസ് എന്ന് പറഞ്ഞാലേ അത് വലിയൊരു ഡിഗ്രി പവറിന്റെ എന്ന് പറയാം. അങ്ങനെ പറിച്ചത് അത്യാവശ്യം നോർമൽ ആയിട്ടുള്ള സാലറിയും കിട്ടും. എല്ലാം അടിപൊളിയാണ്. ഇൻഷാല്ലാ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലെ. നീ വെച്ചോ. നിങ്ങൾക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് കേട്ടാ. നിങ്ങൾക്ക് വേറെ ചാനൽ ഉണ്ടോ, എന്താ പേരെന്ന് ചോദിച്ചില്ല കേട്ടാ. കുറെ പേര് ചോദിച്ചിട്ടുണ്ട്. അതാ പറയുന്നത് കേട്ടാ. വേറെ ചാനൽ ഉണ്ടോ ചോദിച്ചിട്ടില്ല. നമുക്കൊരു വേറെ ചാനലുണ്ട്, ദുബായിക്കാരൻ വ്ളോഗ് എന്നാണ് ആ ചാനലിന്റെ പേര്. അതിൽ നമ്മുടെ ഇതുപോലെ ട്രാവലിങ്, അതുപോലെ തന്നെ വ്ളോഗ്, അങ്ങനത്തെ കുറെ നമ്മള് ഇടലും പിടിക്കലൊക്കെ ഉണ്ട്. ദുബായിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്.
അത് ഒരു കണക്കിന് കുഴപ്പമില്ല. അൽഹംദുലില്ലാ അതിന് ക്ലിക്കായി ഏകദേശം ഒരു 60K അടുത്തായിട്ടില്ല. ഏകദേശം ഒരു 60K അടിക്കാറായിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അതും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ദുബായിലായതുകൊണ്ട് നമുക്ക് കണ്ടിന്യൂവേഷൻ ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് പുറത്തൊന്നും അങ്ങനെ ജോലി കഴിഞ്ഞ് പോകാനൊന്നും പറ്റിയില്ലായിരുന്നു. എന്നാലും നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മള് വീഡിയോ ഒക്കെ എടുത്ത് ഇട്ട് കുഴപ്പമില്ല. അപ്പൊ എല്ലാരും എന്താ പറയാ ഈ വീഡിയോ കാണുന്നവരെ ജസ്റ്റ് ഒന്ന് കയറി സപ്പോർട്ട് ചെയ്യാം അല്ലേ? അതന്നെ നമ്മുടെ ഈ ചാനലിലെ ആൾക്കാർ തന്നെ, ഈ ചാനലിലെ ആൾക്കാര് കുറെ ഉണ്ട് കയറിയിട്ടുണ്ട്, നല്ല അഭിപ്രായം പറയുന്നുണ്ട്. എന്നാലും പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദുബായിക്കാരൻ വ്ളോഗ് ഒന്ന് കയറിയിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം. അതിൽ ഇതുപോലെ കുറെ വ്ളോഗും ഓരോ വീഡിയോസും കാര്യമൊക്കെ വരുന്നതായിരിക്കും കേട്ടോ. അടുത്തത് ഇർഫാനടുത്തും ഇർഫാൻകുട്ടിയുടെ അടുത്താണ് കേട്ടാ. ഇർഫാൻകുട്ടി ഇർഫാനെ എത്രയിൽ പഠിക്കണമെന്നാണ്. ഞാൻ 9ല് പർപ്പൂരി സ്കൂളില് സെന്റ് ജോൺസ് ഹയർ. ഞാൻ 6ലാണ് പർപ്പൂരി സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ. എന്റെ കൂട്ടുകാരന്റെ പേര് പറഞ്ഞേ. കൊറേ പേരുണ്ട്. ഒരാളുടെ പേര് പറയാം, വൈശാഖ്. വൈശാഖ് മാത്രമേ ഉള്ളൂ കൂട്ടുകാരെ? അല്ല, അഭിജിത്ത്, ലിയോണ്, ജോനസ്. പെൺകുട്ടിയാരല്ലേ? പെൺകുട്ടിയിൽ കുറെ ഉണ്ടെന്ന് പറയുന്നത്, പെൺകുട്ടിയിൽ ഇഷ്ടം പോലെ ഉണ്ടെന്ന് പറയുന്നത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻസ് പോലെ. അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാല് സിത്തുവിന്റെ വീട് എവിടെയാന്നാട്ടാ ചോദിക്കുന്നത്. സിത്തുവിന്റെ വീട് എവിടെയാണ് ചോദിക്കുന്നുണ്ട്. അപ്പൊ സിത്തുവിന് നമുക്ക് കൈമാറാം. പാലക്കാട് കൊല്ലങ്കോട്. പാലക്കാട് കൊല്ലങ്കോട് ആണ് സിത്തുവിന്റെ വീട്. കൊല്ലങ്കോട് ഈ പ്രകൃതി രമണീയമായ കുറെ സ്ഥലമാണല്ലോ കൊല്ലങ്കോട് അല്ലെ? ലോകത്തില് 10 സ്ഥലമാണ്, അതിലൊന്ന് കൊല്ലങ്കോടാണ്. ഏകദേശം കുറെ പേർക്ക് കൊല്ലങ്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. കൊല്ലങ്കോട് സെൻട്രലാണ് ഇവരുടെ ടൗണിൽ തന്നെയാ. കൊല്ലങ്കോട് ടൗൺ തന്നെയാ. ടൗണിൽ നിന്ന് കുറച്ചുകൊണ്ട് പോയാൽ മതി. നമ്മള് കുറെ വീഡിയോസിലൊക്കെ നമ്മള് കൊല്ലങ്കോടിന്റെ കുറെ അല്ലെ നല്ല നല്ല വ്യൂസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, നല്ല കിട്ടിയിട്ടുണ്ട്. അപ്പൊ അവിടെ തന്നെയാണ് ഉള്ള വീടും വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാലിക്കുട്ടിയുടെ ഉമ്മയാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം കുറെ വീഡിയോസിൽ ഇത് സാലിക്കുട്ടിയുടെ ഉമ്മയാണോ, ഇത് സാലിക്കുട്ടിയുടെ ഉമ്മയാണോ, ഇത് സാലിക്കുട്ടിയുടെ ഉമ്മയാണോ ചോദിച്ചിട്ടുണ്ട്. സാലിക്കുട്ടി തന്നെ അതിന് ഉത്തരം പറയട്ടെ. അതെ, ഇന്ന് രാവിലെ വരെ ഉമ്മ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ വീഡിയോ എടുക്കുമ്പോ ഉമ്മ വീട്ടിലേക്ക് പോയി, അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. എന്താണ് ആരിവരാ? ഇത് അമ്മായിമ്മ അമ്മായിമ്മ മരിയോള് ഞങ്ങള്. എന്റെ ഉമ്മ ഇന്ന് രാവിലെ വരെ ഉണ്ടായിരുന്നു, അതാ ഞാൻ പറഞ്ഞത്. ഇത് ഉമ്മ, അമ്മയുടെ ഉമ്മ. ഇവരുടെ അമ്മായിമ്മ അത് ഉമ്മ എന്ന രീതിയിൽ നിൽക്കും. അതെ അതെ, അത് പറഞ്ഞ് മനസ്സിലാവുമ്പോ അമ്മായിമ്മ, പക്ഷെ ഉമ്മയുടെ സ്ഥാനമാണ്. അപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് കിട്ടാ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താ വെച്ചാല് സിത്തുവിന്റെ വീട്ടില് ആരൊക്കെ ഉണ്ട് എന്നാണ് ചോദിച്ചിരിക്കണേ. അവിടുത്തെ വീട്ടില് ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചിരിക്കണേ. അപ്പൊ സിത്തുവിന്റെ അടുത്ത് ചോദിക്കാം. വീട്ടിലാരൊക്കെ ഉണ്ടെന്ന്? ഉമ്മ, ഉപ്പ, അനിയൻ. അപ്പൊ ഉമ്മ ഉപ്പ അനിയനാണ് കേട്ടാ. അപ്പൊ അനിയൻ 9th പഠിക്കുന്നു. ഉപ്പ ജോലി, ഉപ്പക്ക് ജോലിയാണ്. ഉമ്മ ഹൗസ് വൈഫ്. അതുപോലെ സെയിം ആണ് കേട്ടോ. സെയിം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സാലിക്കുട്ടിയുടെ വീട്ടില് എന്തൊക്കെ ചെയ്യും, ഇംഗ്ലീഷ് പറഞ്ഞു. സാലിക്കുട്ടി പറഞ്ഞു ഉമ്മ ഉപ്പ അനിയൻ തന്നെയാണ്. പക്ഷെ എന്റെ അനിയൻ ഡിഗ്രി കഴിഞ്ഞിട്ട് ഇപ്പൊ വർക്കിന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. IT ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഉമ്മ ഹൗസ് വൈഫാണ്. ഉപ്പ വർക്കിന് സൈക്കിൾ ഫിറ്റിംഗ് ആയിട്ട് വർക്കിന് പോകുന്നു. അപ്പൊ അവസാന ചോദ്യം എന്താ വെച്ചാല് ഉണ്ണിക്ക് എത്ര മാസമായി എന്നാണ്. ഒരുപാട് പേര് 9 മാസം. ഉണ്ണിക്ക് 9 മാസം 10 മാസത്തിലേക്ക് കടക്കാൻ പോകുന്നതാണ്. ഈ വരുന്ന അടുത്ത മാസം 4 തീയതിക്ക് 10 മാസം തികയൂട്ടാ. പിന്നെ അത് മാത്രല്ല ഉണ്ണിയുടെ ഒരു അടിപൊളി വീഡിയോ വരാനുണ്ട് കേട്ടോ. ബർത്ത്ഡേ വീഡിയോ ഉണ്ട്, എല്ലാരും കാണണം. സൂപ്പർ ആയിരിക്കും. ഒരുപാട് പേരൊക്കെ വന്നിട്ട് ഇവിടെ ഭക്ഷണം കാര്യങ്ങള് നല്ല രസമായിരിക്കും. അതെ, അത് ബർത്ത്ഡേ വീഡിയോ വരുന്ന കാരണം വെച്ചാല് അതെ ഈ മാസം 31 തീയതിയാണ് ബർത്ത്ഡേ വീഡിയോ വെക്കാനുള്ള ഒരു വെക്കുന്നേട്ടാ. കാരണം വെച്ചാല് നവംബർ 4 തീയതിയാണ് 1 വയസ്സാവുക. പക്ഷെ നവംബർ 4 തീയതി ഞാൻ ദുബായിലായിരിക്കും ഉണ്ടാവുക. എനിക്കിവിടെ ഇതിന് പങ്കെടുക്കാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് ഞാനുള്ള സമയത്ത്
എല്ലാരും കൂടി ചേർന്ന് പരിപാടി ഉഷാറാക്കണം എന്നാണ്. സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഈ മാസം ലാസ്റ്റ് വെക്കുകയാണ്. അതിനൊരു വീഡിയോ എന്തായാലും വരും. നിങ്ങൾ എല്ലാരും കാണണം, സപ്പോർട്ട് ചെയ്യണം. മോളുടെ വാപ്പില്ലാണ്ട് എന്ത് ആഘോഷം എന്ത് രീതിയാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വാപ്പിയും കൂടി ഉണ്ടാവും കേട്ടാ. ഓക്കെ, നമുക്ക് ജസ്റ്റ് പിന്നെ അപ്പൊ എല്ലാം കളറായില്ലേ? ജസ്റ്റ് ഒന്ന് പല വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് വിശേഷമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങള്. അതെ, അപ്പൊ ചെറിയൊരു ഫാമിലി. എന്റെ വിശേഷങ്ങൾ പറയാച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ഇതൊന്നും തീരില്ല, കുറെ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ആരും വെറുപ്പിക്കണമെന്നില്ല. അടുത്തത് നിന്റെ വിശേഷം. എന്റെ വിശേഷങ്ങൾ പറയാണെങ്കിലും ഒരുപാടുണ്ട്. പറഞ്ഞ് നിങ്ങളെയൊന്നും ബോറടിപ്പിക്കുന്നില്ല കേട്ടാ. ചിലപ്പോ കരഞ്ഞു പോകുന്നു, അതുകൊണ്ടാണ്. പിന്നെ കേൾക്കുന്നത് കുറേ പറയുന്നത് ബോറടിക്കുന്നു. അത്രയും കഴിഞ്ഞ് ഈ ലെവലില് വന്നിട്ടാണ്. അത്രയും കഴിഞ്ഞ് വന്നിട്ടാണ്. നമ്മളെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഉപ്പാനെ കണ്ടിട്ടുണ്ട്. പക്ഷെ ഉപ്പാടെ സ്നേഹം എന്താന്ന് എനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ ഉമ്മയും പെട്ടെന്ന് മരിച്ചുപോയി. മൂത്തവനെ പ്രസവിച്ച് 7 മാസം. അപ്പൊ ഇനിയിപ്പൊ സെന്റ് ആവാൻ നിന്ന് കഴിഞ്ഞാല് ഇനിയിപ്പോ അതിന് സമയം ഉണ്ടാവുള്ളൂ. അങ്ങനെ കല്യാണം കഴിച്ചു കൊടുത്ത് ഒരുപാട് വിഷമവും ഒരുപാട് ബുദ്ധിമുട്ടും. ശരി. എന്തിനാ ഒരുപാട് അതിനൊക്കെ അള്ളാഹ് എന്നെ രക്ഷപ്പെടുത്തി വന്ന്. അതുകൊണ്ട് സത്യമല്ല, ഉമ്മ അല്ല, മനസ്സ് തുറന്നല്ലേ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞ് ചിലപ്പോ സങ്കടപ്പെട്ട് കരയും. അപ്പൊ അതുകൊണ്ട് ഇനി മനസ്സ് തുറക്കണ്ട. ഉമ്മ കൂള ഹാപ്പി മതി. ഉമ്മയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞാല് അതാണ് അവരെ വിഷമിക്കണ്ട. കഴിഞ്ഞു പോയി. കഴിഞ്ഞെല്ലാം കഴിഞ്ഞ്. അപ്പൊ ഇനിയുള്ള ലൈഫ് നല്ല ലൈഫ്. എന്റെ മക്കളൊക്കെ കുഞ്ഞതായിരിക്കും. ഒരുപാട് നേരത്തെ ഭക്ഷണത്തിന് തന്നെ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. മക്കൾക്ക് പോലും വാങ്ങിച്ചു കൊടുക്കാനില്ലാണ്ട് അതിനൊക്കെ അല്ലാഹ് വിചാരിച്ചത് എപ്പൊ നല്ല രീതിയിൽ ജീവിക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ നിമ്മ ഒരുപാട് ഇനിയിപ്പോ പറഞ്ഞ് നിങ്ങൾ സങ്കടപ്പെടുത്തുന്നില്ല. ഉമ്മ സങ്കടപ്പെടണ്ട. നിമ്മ സങ്കടപ്പെട്ട എന്തെങ്കിലും ഉണ്ടാവും. അപ്പൊ അല്ല ഇനി മതി കണക്കുറച്ചോ മതി. ഇല്ല പറഞ്ഞു വന്നാലേ ഭയങ്കര വിഷമ. ഉപ്പാനിവിടെ ഫീലിംഗ് ആണ് എന്റെ. സാറില്ല, അന്ന് ഞാൻ വിഷമിച്ചതിന് ഇന്ന് റബ്ബ് നല്ല വയ്യെന്ന് അള്ളാഹു തന്നിട്ട് നല്ല സാലികളായ 2 മക്കള്, സാലികളായ 2 മരുമക്കളെ അള്ളാഹ് തന്നിട്ടുണ്ട്. അതന്നെ എന്റെ ലോകം, എന്റെ സ്വത്ത്. പിന്നെ എന്ന് വെച്ചുകഴിഞ്ഞാല് ഇന്ന് പറഞ്ഞോ, ഇന്ന് വേറെ പ്രത്യേകത ഒരു ദിവസം കൂടിയാണ് കേട്ടന്ന്. അപ്പൊ അത് അൺഎക്സ്പെക്ടഡ് ആണ്. അപ്പൊ എല്ലാരും ചേർന്നിട്ട് ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. അപ്പൊ ഇതില്ലേ അതില്ലേ കാരണം ഇപ്പൊ ഈ ബർത്ത്ഡേ ഉണ്ടല്ലോ, ആരുടെ ബർത്ത്ഡേ എന്ന് അറിയില്ല. നിങ്ങൾക്ക് പോലും അറിയില്ല ഊഹിക്കാൻ പറ്റുമോ? അപ്പൊ ഇത് ആരുടെ ബർത്ത്ഡേ? ഇതിപ്പോ ആരുടെ ബർത്ത്ഡേ നിങ്ങൾക്ക് അറിയോ? അറിയില്ല. അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് നമ്മള് ചിലപ്പോ പോസ്റ്റ് ചെയ്യണ സമയത്ത് തന്നെ അറിയല്ലോ കട്ട് ചെയ്യണത്. അപ്പൊ കട്ട് ചെയ്യുമ്പോ നമുക്ക് അറിയാം. അതുപോലെ ഈ കട്ട് ചെയ്യുന്ന ആൾക്ക് നിങ്ങൾ എല്ലാരും ഒരു വിഷയം ചെയ്യണം കേട്ടാ. കമന്റിലൂടെ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞിട്ട് എല്ലാരും ചെയ്യുന്നു വിചാരിക്കും. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ആളെന്നെയാട്ടാ. അതെ, ഇൻഷാല്ലാ കേക്ക് മുറിയിലോട്ട് പോയാലോ? പോവാ. അപ്പൊ നേരെ ഫ്രണ്ടിൽ നോക്കാം. ഫ്രണ്ട് പോയിട്ട് ശരി. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു സാലിഹ ട്ടാ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു സാലിഹ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഫസ്റ്റ് കെട്ടിന് കൊടുത്തോ. ഉമ്മ കൊടുത്തോ. ഇല്ല ഉപ്പാക്ക് ഉപ്പാക്ക് കൊടുത്തോ. ആ ചോക്ലേറ്റ് നീക്കിട്ടാ. ഓക്കെ മതി. ഇനി ബർത്ത്ഡേ കുട്ടിക്ക് എല്ലാവരും കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാരും ചേച്ചിമോള് കൊടുക്കണ? ചേച്ചിമോള അല്ല, ചേച്ചിമോള് കൊടുക്കണോ ബർത്ത്ഡേ കുട്ടിക്ക്? അപ്പോഴേ എന്തൊക്കെയാണ് അല്ലേ, കേക്കൊക്കെ മുറിച്ചു.
ഇത് നമ്മളാരും പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ, കാരണം കേക്ക് വാങ്ങണം മുറിക്കണം പ്രതീക്ഷിച്ചില്ലായിരുന്നു. പെട്ടെന്നായിരുന്നു. അതെ അതെ പെട്ടെന്നായിരുന്നു. 6 വരെ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മള് വലിയ രീതിക്ക് കേക്ക് മുറിക്കണം അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. പിന്നെ എല്ലാവർക്കും എന്താ പറയാ, ഉമ്മാക്കൊക്കെ ഷുഗർ കഴിച്ചാൽ ചിലപ്പോ കൂടുതൽ കഴിക്കും. പോരാത്തിന് ഇന്ന് രാവിലെ തൊട്ട് മധുരം കൂടുതലായിരുന്നു പൊതുവെ അല്ലെ, ബാക്കിൽ പണിക്കാർക്കായാലും അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പൊ എന്നാലും നമുക്കൊരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഈ കേക്ക് വാങ്ങിയത്. ഇപ്പൊ ഇതില് തന്നെ നമ്മളെല്ലാരും ഒരു തെരിയെ കഴിച്ചുള്ളൂ. തെരിന് കുഞ്ഞപ്പാട അങ്ങോട്ടൊക്കെ കൊടുക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ സന്തോഷം അല്ലേ. ഉമ്മാക്ക് എന്താ പറയാനുള്ളത്? അപ്പൊ 22ാമത്തെ വയസ്സാണ്, 22 വയസ്സ് തികഞ്ഞു. 22 വയസ്സായി. അതിന്റെ പിറന്നാളാണിത്. ഇനിയിപ്പോ ഈ മാസം 21-ാം തീയതി വന്ന 3 കൊല്ലായി കല്യാണം കഴിഞ്ഞു. അത് വേറെ അല്ല. ഭർത്തനക്കാരിക്ക് എന്താ പറയാനുള്ളത് ചോദിച്ചോക്കാം. എനിക്കൊരുപാട് സന്തോഷമാണ്. കുറെ കൊല്ലങ്ങളായിട്ട് ഷബിക്കാന്റെ കൂടെ ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കണമെന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇപ്രാവശ്യം സാധിച്ചു. പിന്നെ ഇനിയിപ്പോ 2-3 ദിവസം കഴിഞ്ഞാല് വെഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട്. അപ്പൊ നമ്മള് അതിലൊന്നും വലിയതായിട്ട് കഴിക്കാണ്ട് ചെറിയൊരു പരിപാടിയായിട്ട് കുഞ്ഞൊരു കേക്ക് വാങ്ങിട്ട് മുറിക്കുന്നു. പിന്നെ നല്ല സന്തോഷമുണ്ട്, അത്രേ ഉള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇല്ലമാ അല്ലേ? നിങ്ങളെല്ലാരും കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങളെല്ലാരും കണ്ടാലാണ് നമുക്ക് ഇതുപോലെ ഓരോ വീഡിയോ ഇടാനൊക്കെ സന്തോഷമൊക്കെ ഉണ്ടാവുള്ളൂ. അതെ. അപ്പൊ നമ്മളിങ്ങനെ ഇടാനും ഇങ്ങനെ ഇരിക്കാനും ഒക്കെ നിങ്ങളാണ് കാരണം. അപ്പൊ ഇനിയും വീഡിയോ ഒക്കെ കാണണം, ഷെയർ ചെയ്യണം. ആദ്യമായി കാണുന്നവരൊക്കെ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അതെ. പിന്നെ റിക്വസ്റ്റ് എന്താ വെച്ചാല്, കാണുന്ന എല്ലാരും സാലിക്കുട്ടിക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ ടു യു പറഞ്ഞ് ഒരു കമന്റ് ചെയ്യാൻ ഇടണം കേട്ടാ. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ വിശേഷം. Q&A ക്വസ്റ്റ്യൻ നമുക്ക് അറിയുന്നത് പോലെ നമ്മള് എഴുതിയിട്ടും നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ചോദിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് കമന്റ് ആയിട്ട് ചോദിക്കാം. അപ്പൊ അതിനുള്ള വീണ്ടും നമ്മൾ 2ാമത്തെ ചെയ്യുന്നതായിരിക്കും. അപ്പൊ പാർട്ട് 2. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ എല്ലാരും കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പൊ ഒരു വട്ടം കൂടി പറയാണ്, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എന്തെങ്കിലുമൊക്കെ അടിച്ചു പൊട്ടിക്കുക. അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ബൈ.